ഇടുക്കി ബൈസൺ വാലി ചൊക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ 13 ഏക്കർ 79 സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചു. ഇതോടൊപ്പം 4 പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടപ്പേരും റദ്ദാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന 14 ഏക്കർ 69 സെന്റ് ഭൂമിയിലെ അനധികൃത നിർമ്മാണം വിവാദമായത്. ബൈസൺ വാലി ചൊക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ 13 ഏക്കർ 79 സെന്റ് ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത്. ഇതോടൊപ്പം 4 പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടപ്പേരും റദ്ദാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ഭൂമിയിലെ അനധികൃത നിർമ്മാണം വിവാദമായതോടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ചൊക്രമുടിയിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. തുടർന്ന് റവന്യൂ വകുപ്പ് 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ചൊക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെയും പട്ടയുടമകളുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് ദേവികുളം സബ് കളക്ടർ 13 ഏക്കർ 79 സെന്റ് ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയത്. ഭൂമി വാങ്ങിയവർക്കെല്ലാം നോട്ടീസ് നൽകിയ ശേഷമാണ് റവന്യൂ വകുപ്പ് പട്ടയങ്ങൾ റദ്ദു ചെയ്തത്. പട്ടയം റദ്ദാക്കി ഭൂമി ഏറ്റെടുത്തതിലെ സന്തോഷം പ്രദേശവാസികൾ പങ്കുവച്ചു. നമുക്ക് തന്നെ ആകെ പേടിയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇത്രയും നടന്നപ്പോൾ രേഖകൾ പരിശോധിച്ച് ഭൂമി റദ്ദാക്കി ബോർഡ് വെച്ചതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും സമിതിക്കാർക്കും ഈ മേഖലയുടെ ജനങ്ങൾക്കും വളരെ സന്തോഷമായിട്ട് ഞാൻ ചൊക്രമുടിക്കുടിയിൽ ഒരു ഊറുമൂപ്പ എന്ന രീതിയിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയാണ് പറയാം. മല കയ്യേറുകയും 13 ഏക്കർ 79 സെന്റ് സ്ഥലം കയ്യേറി നൂറുകണക്കിന് മരങ്ങൾ വെട്ടിമാറ്റുകയും പാറ പൊട്ടിക്കുകയും തടയണ കെട്ടുകയും ഇതിനടിയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ജനവിഭാഗങ്ങൾക്ക് വലിയ ഭീഷണി നേരിടുകയാണ് ഉണ്ടായത്. അത് സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ ഞങ്ങൾ ഈ സമരസമിതിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ചൊക്രമുടിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി പറഞ്ഞത് ചൊക്രമുടി മലയുടെ അടിവാരത്ത് 868 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. ആ 868 ഏക്കർ ഭൂമിയിൽ 14 ഏക്കറോളം ഭൂമിയാണ് ഇന്ന് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപടി സ്വീകരിച്ചത്. പൊതുസമൂഹത്തെ ചൊക്രമുടിയുടെ കയ്യേറ്റക്കാരാരാണെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് ആ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി പറഞ്ഞ അവശേഷിക്കുന്ന 854 ഏക്കർ ഭൂമിയുടെ സ്ഥിതി എന്താണെന്ന് നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ സമരവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുമാണ് ചൊക്രമുടി മലനിരകൾ കയ്യേറിയ 13.79 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനായത്. 4 പട്ടയങ്ങളിലായുള്ള തണ്ടപ്പേരുകളും റദ്ദു ചെയ്തു. ഇനി ചൊക്രമുടി മലനിരകൾ സർക്കാരിന്റെ സംരക്ഷണത്തിൽ. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.